വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ നിമിഷം മുതൽ തന്നെ കൌണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ UDF പ്രവർത്തകരുടെ ആവേശം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ ആവേശം തുടങ്ങിയോ? അങ്ങനെ ഒരാഴ്ച ആവേശം തുടങ്ങിയിട്ട് പിന്നെ എന്താ എത്ര വോട്ട് ഒരു 20,000 അല്ലെങ്കിൽ 15,000 അത് അത്ര ഞങ്ങൾ വിളിച്ചു. അത് മതി. ഞാൻ ആലുവ. ഞാൻ എന്നും ആവേശം എല്ലാ സ്ഥലത്തും തുടങ്ങിയപ്പോ തന്നെ പോസ്റ്റൽ വോട്ട് തന്നെ ഭൂരിപക്ഷം ഉണ്ടല്ലോ ഓൾറെഡി. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട്. ഇല്ലല്ല, വേഗക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ UDF വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഒരു 15,000 മുകളിലോട്ടല്ല, കീപ്പട്ടില്ല. 15,000 അനുവർ ജയിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മന്ത്രി കൊടുക്കണം, പ്രധാനമന്ത്രി കൊടുക്കണം, കൊടുക്കണം, അനുവറിന് കൊടുക്കണം. പാവം ഒന്നും ഇല്ലാത്താണ്. കഷ്ടം 10 പൈസ ഇല്ല. 10 പൈസ ഇല്ല. ഞാൻ നിൽക്കണില്ല. ഭൂരിപക്ഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. പോസ്റ്റൽ വോട്ടിന്റെ 250 ഭൂരിപക്ഷം ഉണ്ട്. തുടക്കത്തിൽ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് കയറി വരുന്നത്. നല്ല ആധിപത്യമുള്ള പഞ്ചായത്ത് തന്നെയാണ്. വഴിക്കടവ് എണ്ണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഒരു താഴോട്ട് പോകാൻ സാധ്യതയില്ല. താഴോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. എന്നാലും പോകാൻ ഭൂരിപക്ഷം തന്നെ ഉണ്ട്. ഇവിടെ UDFന്റെ പ്രവർത്തകർ, അതായത് വോട്ടെണ്ണൽ തുടങ്ങുന്ന ആദ്യ നിമിഷം മുതൽ തന്നെ UDFന്റെ പ്രവർത്തകരുടെ ആവേശവുമായി വന്നിട്ടുണ്ട്. അത് UDF ക്യാമ്പിന്റെ വലിയ ആത്മവിശ്വാസമാണ്. ആദ്യം എണ്ണുന്ന വഴിക്കടവ് പഞ്ചായത്താണ്. അവിടെ അവർക്ക് മേൽക്കൈ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. എന്നാൽ പോലും അതിനപ്പുറം ഒരു തരത്തിലുള്ള ഏതെങ്കിലും താഴെ പോകുന്നവർ കരുതില്ല. അത്ര ആവേശത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ബാബുട്ടിക്ക് ജയിക്കാൻ കാണാവുന്നതാണോ? ഓ അതെ, തീർച്ചയായും ഉറപ്പാണ്. ഇപ്പൊ ലീഡ് ചെയ്താലും പിന്നീട് താഴെ പോകുന്നില്ല. ഇല്ല, അത്രയും കോൺഫിഡൻസ് ആണ്. അതെ. എങ്ങനെയുണ്ട്? ഇവിടുന്ന് വന്നേണോ നിലമ്പൂരിൽ തന്നെയാണോ? ഏറനാട് തൊട്ടടുത്ത മണ്ഡലത്തിൽ. അപ്പൊ വലിയ ആവേശമായിരിക്കും അല്ലേ? എത്ര വോട്ട് ജയിക്കുന്ന കരുതുന്നത്? 15,000 വോട്ട്. വഴിക്കടവ് നിങ്ങൾ വഴിക്കടന്ന്. അപ്പൊ നിങ്ങളെ പഞ്ചായത്താണ് ഇപ്പൊ പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷം. അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിന്റെ ആദ്യ ഭൂരിപക്ഷം കൊടുത്തു. അത്ര ആവേശത്തിലായിരുന്നു പ്രവർത്തനം. ഇപ്രാവശ്യം ലീഗും കോൺഗ്രസ് ഒരുമിച്ചില്ല പ്രവർത്തനം. ലീഗും കോൺഗ്രസും ഒരുമിച്ച് ഒറ്റക്കെട്ടില്ല പ്രവർത്തനം. ഇപ്രാവശ്യം 15,000 വോട്ടിനും ജയിക്കും. ചാവക്കാട് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിലമ്പൂരിലെ വിജയം കാണാൻ വിജയം ഉണ്ടാവും. അത്ര ഉറപ്പായിരുന്നു വണ്ടിയിറങ്ങും. തീർച്ചയായിട്ടും ഉറപ്പിലാണ് വന്നത്. സാധാരണഗതിയിലെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് ട്രെൻഡ് വരുമ്പോൾ ആൾക്കാർ വരും. ഇപ്പൊ നേരത്തെ വരാൻ കാരണം എന്താ? UDFന്റെ തിരക്കാണ്. സംശയമില്ലാത്ത രീതിയിലാണ്. യാതൊരു സംശയം. ഞാൻ ഗുരുവായൂർ മണ്ഡലത്തിൽ തരണം. ചാവക്കാട്ടുകാരനാണ്. യാതൊരു സംശയമില്ല. അവിടെ UDF തരംഗം. ചാവക്കാട് എത്ര വണ്ടി വന്നു? കുറെ വണ്ടി ഇല്ല, ഞങ്ങൾ 2-3 വണ്ടി 4 പേര് വന്നിട്ടുള്ളൂ. എവിടെ വന്നേ? എടക്കര പഞ്ചായത്ത്. ആദ്യം വഴിക്കണോ എന്നത് എപ്പോ തന്നെ ലീഡുണ്ട്. എടക്കരയിൽ എത്തുമ്പോഴോ? എടക്കരെത്തുമ്പോൾ നല്ല ലീഡായിട്ട് മാറും. ഒരു സംശയമല്ല, UDF തരംഗം തന്നെ ആയിരിക്കും. ഞങ്ങളെ കോൺഫിഡന്റ് ആണ് ഇവിടെ വന്നത് തന്നെ. മറ്റുള്ളവർ ഇവിടെ പൊടി പോലും കാണാനില്ല ഇവിടെ. അത് നമ്മൾ കോൺഫിഡന്റ് തന്നെയാണ്. നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, അത് ഇവിടെ കാണുന്നു. നിങ്ങളെടുത്ത പണിയുടെ റിസൾട്ട് ഇവിടെ കാണുന്നതാണല്ലോ. എന്താ പറയുന്നത്? ഞങ്ങള് ചെമ്മാട്, തിരുവരങ്ങാടി. മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അതേസമയം ഈ മണ്ഡലത്തിൽ വള്ളിക്കുന്ന് മണ്ഡലമാണ് ഞങ്ങളുടെ മണ്ഡലം. ഒരു 15,000 വോട്ടിന് വിജയിക്കുന്നതാണ്. ആവേശം കാണാനായിട്ട് വന്നതാണ്. ആവേശം കാണാനായിട്ട് രാവിലെ പോകുന്നതാണ്. അതിപ്പോ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന ആൾക്കാർ, തൃശൂർ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ, പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നിരിക്കുന്നത് അത്രയും വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാർ എത്തിയിരിക്കുന്നു. ആദ്യത്തെ ഫലസൂചനകൾ വരുമ്പോൾ തന്നെ അവർ കൊടികളുമായി ആവേശത്തിലാണ്. എന്തായാലും UDF ക്യാമ്പ് വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ കൌണ്ടിംഗ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും കൌണ്ടിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നൽകുന്നത്.